ആ എന്താടോ എവിടെ എത്തി എന്റെ ജാതി മുദ്രാവാക്യൊക്കെ? എന്ത് പറ്റി? തന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഗഫൂർക്ക പറഞ്ഞതാ നേര്. സംഘടനക്കാർ എന്നെ കൈയൊഴിഞ്ഞു. ജോലി നേടിയെടുക്കാൻ കെൽപ്പില്ലാത്ത എന്നെ അവർക്കെന്തിനാ? എന്തുണ്ടായി? ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോ ആ കുറുവാഞ്ചേരിലെ മാഷിനെ അവിടെ കണ്ടു. സംഘടനക്കാർക്ക് പലതുമാണ് വാഗ്ദാനം ചെയ്തു കാണും. ഞാനിനി ജോലിക്ക് ശ്രമിക്കണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. അതിനാ എരപ്പാളികളല്ലല്ലോ മാഷ ജോലിക്ക് വെക്കണ്ടേ? പക്ഷെ അതെന്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു. അതും പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ല. ചേച്ചേ, നമ്മൾ ആണുങ്ങളല്ലേ മാഷേ, തളർന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അടിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ? മാഷേ വരി, പാല് ചൂടാക്കി നല്ലൊരു ചായ കുടിച്ചിട്ട് പോവാ. ഇപ്പൊ ഒന്നും വേണ്ട ഗഫൂർക്ക. താഴെ ചോദിച്ചപ്പോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ വിശേഷിച്ച്? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറുമെന്ന് കരുതാൻ ന്യായമില്ല. എനിക്ക് എന്റെ രീതി, നിങ്ങൾക്ക് നിങ്ങളുടെ രീതി. അങ്ങനെ ചിന്തിച്ചപ്പോ അതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് ശരിയായില്ലെന്ന് എനിക്ക് തോന്നി. എന്റെ തലവരെ ശരിയല്ലാത്തതിന് ഞാനിപ്പോ മറ്റുള്ളവരെ പഴിക്കാറില്ല. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? മനസ്സിലായില്ല. ഈ കുട്ടിയുടെ അച്ഛൻ വിചാരിച്ചാ നിങ്ങൾക്ക് ജോലി കിട്ടോ? മറ്റാരെങ്കിലും ആ പോസ്റ്റിൽ ചേർത്താൽ അപ്രൂവ് ചെയ്യില്ല എന്ന് മാനേജരോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടാവണമല്ലോ. സ്കൂളിൽ കാണും. അക്വിറ്റൻസ് ഫോൺ കിട്ടിയാ പോരെ? അതൊന്നും എനിക്കറിയില്ല. പേപ്പേഴ്സ് അച്ഛനെ കാണിക്കൂ, ബാക്കി ഞാൻ സംസാരിച്ചോളാം. കാണിക്കാം, തീർച്ചയായിട്ടും കാണിക്കാം. ഓ, ഇത് വലിയൊരു ആശ്വാസമായി. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ഏതാ പെൺകുട്ടികള്? അതിലൊന്ന് നമ്മുടെ എയോടെ മോളാ. എനിക്ക് ക്ലെയിമുള്ള കാര്യം എയോട് പറയാൻ ഞാൻ വീട്ടിൽ പോയിരുന്നല്ലോ, അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാ. എന്നിട്ട് എന്നെ സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞോ? അങ്ങനെ ചേർക്കാൻ എയോയ്ക്ക് അധികാരമില്ല. ആ കുട്ടി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാൻ മുമ്പ് ഇവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ എയോയെ കാണിക്കാം. അപ്പൊ എയോ സ്കൂൾ മാനേജറെ വിളിപ്പിക്കും. എന്നെ ചേർത്താ മതി എന്ന് നിർദ്ദേശിക്കും. പിന്നെന്താ പ്രശ്നം? രേഖകളുണ്ടേ കാണിക്കേ. ഹെഡ് മാസ്റ്റർ തരുമോന്നറിയില്ല. അതെന്താ അയാളെ തന്റെ രേഖകൾ? അതെ, ഹെഡ് മാസ്റ്ററുടെ കസ്റ്റഡിയിൽ സ്കൂളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. സ്കൂളിലോ? അതെ, ഒന്നും വന്നേ. അതെ, ഈ രേഖ കിട്ടിയാ ജോലി കിട്ടുമോ? എയോ മറ്റാരെയും ചേർക്കരുതെന്ന് പറഞ്ഞാ മാനേജർ ഒന്ന് പേടിക്കുമല്ലോ. ഹെഡ് മാസ്റ്റർ തരുന്നില്ലല്ലേ? തന്നില്ലേ നമ്മളത് പൊക്കും. എങ്ങനെ? സ്കൂളിന്റെ അകത്തല്ലേ സാധനം ഉള്ളത്? പ്രശ്നമില്ല, നമ്മളത് എങ്ങനെങ്കിലും എടുക്കും. ഇപ്പോഴും എനിക്ക് ശരിക്കും കൊണ്ട് വിശ്വാസമായിട്ടില്ല. ഇത് കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല. ഒരു പാട്ടുകാരന്റെ രൂപഭാവങ്ങളെ പറ്റി നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. മുണ്ടും ജുബ്ബയിടുക, നെറ്റിയെ പൊട്ടു തൊടുക, ഇതുപോലെ ജീൻസും ടീഷർട്ട് ഇട്ടാലും പാടാൻ അറിയുന്നവൻ പാടും. എങ്കിൽ ഇപ്പൊ ഒരു 2 വരെയൊന്ന് മൂളാമോ? പിന്നെന്താ? അങ്ങനെയല്ല, മൂളാനല്ലേ പറഞ്ഞത്? മൂളാന്ന് പറഞ്ഞ പാടാനാ ഉദ്ദേശിച്ചത്. അനുരാഗപ്പുഴവക്കിൽ ആ പാട്ട്. 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ജലദോഷം. ജലദോഷത്തോടെ പാടിയാ മതി. അങ്ങനെ എന്റെ പാട്ട് ഞാൻ തന്നെ അലങ്കോലപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. കുട്ടി ആദ്യം എന്നെ അപ്പോയിന്റ് ചെയ്യൂ. അതിന്റെ പിറ്റേന്ന് ഞാനിവിടെ ഗംഭീര ഗാനമേള തന്നെ നടത്താം. ഇത്രയും പാട്ട് പാടിയാ കൊറേ പണം കിട്ടില്ലേ? പിന്നെന്താ ഈ മാഷിന്റെ പണി? സംഗീതം ദൈവമാണ്. ദൈവത്തെ വിറ്റ് കാശാക്കാൻ ഈ പട്ടണക്കാട് പുരുഷോത്തമന് സാധിക്കില്ല. ആരാണ് പട്ടണക്കാട് പുരുഷോത്തമൻ? അല്ല, കുറുവാഞ്ചേരി ശങ്കരനാരായണൻ. സ്ഥലം വിൽപ്പന ഏർപ്പാടായി. മോളാത്തേക്ക് പോക്കോളൂ. ബാക്കി 3 ലക്ഷം ഉടനെ തന്നോളൂ. അല്ല, വസ്തു വാങ്ങാൻ വന്ന പാർട്ടി അഡ്വാൻസേ തന്നുള്ളൂ 25,000. ബാക്കി ഉടൻ ശരിയാവും. അല്ലെങ്കിൽ എല്ലാ തുകയും ഞാൻ ഒന്നിച്ചു തന്നാ പോരെ? ഏതായാലും കൊണ്ടുവന്നല്ലേ, ഇരിക്കട്ടെ. എന്നാ മാഷ് പൊക്കോളൂ, ഞാൻ ലേശം തിരക്കില്ല. ഞാൻ ചതിക്കില്ല. ഇനി എന്നെ അപ്പോയിന്റ് ചെയ്തൂടെ? മാഷ് മുഴുവൻ കാശും കൊണ്ടുപോവാ മാഷേ.
അർദ്ധരാത്രി കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയായിരുന്നു. വീടുകളിലൊക്കെ വെളിച്ചമുണ്ട്, ആരും ഉറങ്ങിയിട്ടില്ല. നമ്മളതിന് കള്ളന്മാരല്ലല്ലോ. നേർക്ക് നേരെ ചോദിച്ചാൽ രേഖകൾ കിട്ടൂല എന്നുള്ളതുകൊണ്ട് ആഫീസിൽ കയറി അതെടുക്കുന്നു. പിന്നെ ഇറങ്ങാൻ ലേറ്റ് ആയാലേ രാവിലെ കട ഓർക്കാനും വൈകും. ഓടിക്കോ. അങ്ങനെ അവിടെ കുടിയോ വേണ്ട. വാ. വാ. ഇതാണ് ഓഫീസ് റൂം. കരുതണേ. ടോർച്ച് എന്നാ പിടിച്ചോ. ഇങ്ങോട്ടിറങ്ങി മാഷേ, നിങ്ങൾ അവിടുത്തെ നിൽക്കുക. എനിക്കറിയാം നിങ്ങളെ റെക്കോർഡ് കുന്തൊക്കെ എവിടാന്ന്. ആ ടോർച്ച് ഇങ്ങോട്ട്. ഇതാ ഓക്കെ. ഒരു വേവേ മറക്കുന്ന സമയം ഒരു പാടായി. നോയിക്കൊണ്ടിരിക്കുമല്ലേ. ഓടി വരണേ, സ്കൂളിൽ കള്ളം കയറിയേ. മാഷേ നാട്ടുകാരെ ഓടി വരണേ, സ്കൂളിൽ കള്ളം കയറിയേ. സ്കൂളിൽ കള്ളം കയറി. നിങ്ങൾ എന്നിട്ടാണ് മാഷ പോണേ. വന്ന വരി മേലോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകരി. ഓടി വരണേ. ഇതിനകത്തുണ്ട് കള്ളൻ. പാൽപ്പൊടി കക്കാൻ കയറിയതാ. അകത്ത് നോക്കാലോ. പൊളിക്കണം അതില്. ചായക്കടയിലേക്ക് എന്താ ഗോകുലകൃഷ്ണൻ മാഷ ഇത്? അർദ്ധരാത്രി ആഫീസ് മുറി കൂടെ കയറി സ്കൂളിൽ മാഷായിട്ട് ചേരാൻ ശ്രമിക്കുകയായിരുന്നോ താൻ? സാറ് രക്ഷിക്കണം. ഞങ്ങൾ പാൽപ്പൊടി കേൾക്കാൻ വേണ്ടി കയറിയതല്ല. ഞാനവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ഒരു തെളിവിന് വേണ്ടി. ഓഹോ, അതിനായിരുന്നോ ഈ ബണ്ടൻ ചായക്കടക്കാരനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത്? 4 വർഷം മുമ്പത്തെ ഒരു 25,000 കണക്കും പറഞ്ഞ് എന്റെ 4 ലക്ഷം തട്ടിത്തെറിപ്പിക്കാൻ നോക്കി അല്ലേ? സീറ്റിന് ശ്രമിക്കണ്ട, പൊക്കോളൊന്ന് പലവട്ടം ഞാൻ അപേക്ഷിച്ചു, കേട്ടില്ല. ഇപ്പൊ എന്തായി? ഞാൻ വിചാരിച്ചാ പോലും നടക്കില്ല എന്നായില്ലേ? ഇപ്പൊ താനൊരു കള്ളനാ, മനസ്സിലായോ? ഒരു കുറ്റവാളിക്ക് അധ്യാപകന് ജോലി കൊടുക്കാൻ ഈ ലോകത്തുള്ള ഒരു കോടതിയും ആരെ നിർബന്ധിക്കില്ല. അങ്ങനെ എന്നേക്കുമായി തന്റെ ജോലി സ്വാഹ. ആ വരൂ വരൂ, ഇരിക്കൂ.
ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ പ്രതികൾ ഓടിളക്കി ഓഫീസിനകത്ത് കയറാൻ സാക്ഷികളുണ്ട്. നാട്ടുകാർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഞാൻ എങ്ങനെ കേസെടുക്കാതിരിക്കും? ഞാൻ ഫോണിലെല്ലാം പറഞ്ഞല്ലോ. കേസ് ചാർജ് ചെയ്താൽ ഇയാൾക്ക് പിന്നെ സ്കൂളിൽ ചേരാൻ പറ്റില്ല. എന്തിനീ വിഡ്ഢിത്തം ചെയ്യാൻ പോയി? സ്കൂൾ മാനേജർ ഇയാളെ ചീറ്റ് ചെയ്യായിരുന്നല്ലോ. മറ്റൊരു വഴിയും ഇല്ലാതായപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പ്രതികൾക്ക് ഡിസോണസ്റ്റ് ഇന്റൻഷൻ, മോശവിചാരമില്ലെന്ന് ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞു. അതുകൊണ്ട് വെറുതെ വിട്ടു. അങ്ങനെയായാലോ? ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഇല്ലാത്ത ആൾ എന്തിനു ഓടിളക്കി അകത്ത് കയറാൻ പോയി? ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോളൂ. പ്രതികൾ റോഡിലൂടെ പോവുകയായിരുന്നു. സ്കൂളിന്റെ ഓഫീസിനകത്ത് നിന്ന് ആരോ നിലവിളിക്കുന്നത് പോലെ തോന്നി. ഓടിച്ചെന്ന് നോക്കിയപ്പോ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഓടിളക്കി അകത്ത് കിടക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് വന്നു. നിലവിളിക്കുന്ന അയാളെ രക്ഷിക്കുകയായിരുന്നു ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇവർ കുറ്റവാളികളല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തോന്നിയ ഉപായമാണ്. യെസ്, എനിക്ക് മനസ്സിലായി.